സാംസ്കാരിക സവിശേഷതകളാൽ വേറിട്ട് നിൽക്കുന്ന ജർമ്മൻ മേഖലയാണ് ബവേറിയ. ബവേറിയയിലെ പ്രധാനപ്പെട്ട നഗരമായ ന്യൂറംബർഗ് ആണ് ഇന്ന് സിറ്റി ടൂറിൽ നാം സന്ദർശിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ സംഭവബഹുലമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണിത്. സ്മാരക നിർമ്മിതികൾ ആ കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നഗരത്തിൽ നിലനിൽക്കുന്നു. നാസി കാലത്ത് ഹിറ്റ്ലർ പാർട്ടി വളർത്താൻ ന്യൂറംബർഗിനെ തെരഞ്ഞെടുത്ത ശേഷം നഗരത്തിന്റെ പ്രാധാന്യവും പ്രൗഢിയും ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു. ഹിറ്റ്ലർ തന്റെ പല പ്രമുഖ തീരുമാനങ്ങളും പ്രഖ്യാപിച്ചതും ഇവിടെ വച്ചാണ്. അതുപോലെ നാസികളുടെ അന്ത്യം കുറിച്ചതും ഇതേ നഗരത്തിൽ വെച്ചു തന്നെ. ഇന്ന് ഒരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായി ന്യൂറംബർഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും കാണാം വർധന. പോകാം ന്യൂറംബർഗിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ന്യൂറംബർഗ് നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഇംപീരിയൽ കാസിൽ ഓഫ് ന്യൂറംബർഗ്, തുടർന്ന് മെയിൻ മാർക്കറ്റ് സ്ക്വയർ, അടുത്തതായി സെയിന്റ് ലോറൻസ് ചർച്ച്, പിന്നെ കൊണിക്സ് സ്ട്രാസെ, അടുത്തതായി ഹാൻവെർക്കർ ഹോഫ്, തുടർന്ന് DB മ്യൂസിയം, അവിടെ നിന്നും മെമ്മോറിയം ന്യൂറംബർഗ് ട്രയൽസ്, പിന്നെ നാസി പാർട്ടി റാലി ഗ്രൗണ്ട്സ്, അവസാനമായി ന്യൂറംബർഗ് സൂ. ന്യൂറംബർഗ് കാസിലിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കാം. ഹോളി റോമൻ സാമ്രാജ്യകാലത്ത് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന ദുർഗമാണിത്. ന്യൂറംബർഗിൽ എത്തുമ്പോൾ ചക്രവർത്തിമാർ താമസിച്ചിരുന്ന കാസിൽ. സ്ഥിരമായി തലസ്ഥാനമില്ലാതിരുന്നതിനാൽ ഓരോ നഗരങ്ങളിലായി കേന്ദ്രീകരിച്ച് ഭരണം നടത്തുകയായിരുന്നു അന്നത്തെ പതിവ്. ഈ കാസിലിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇംപീരിയൽ കാസിലാണ് അതിലൊന്ന്. ചക്രവർത്തിയും കുടുംബവും താമസിച്ചിരുന്ന ക്വാർട്ടർ. രണ്ടാമത്തെ ഭാഗം നഗരം ഭരിക്കുന്ന അധികാരിക്കും കുടുംബത്തിനുമുള്ളതും. പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ടാണ് കാസിൽ സംരക്ഷിച്ചിട്ടുള്ളത്. കല്ലുകൾ അടുക്കിയുള്ള നിർമ്മാണം മധ്യകാല സാങ്കേതിക വിദ്യകളെ ഓർമ്മിപ്പിക്കുന്നു. പുറത്ത് പല നിരകളിലായിട്ടാണ് കാസിലിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കിടങ്ങും കോട്ടമതിലും സൈനികരുമെല്ലാം അടങ്ങുന്ന ശക്തമായ പ്രതിരോധ നിരയായിരുന്നു അത്. പോരാട്ടവും പിടിച്ചടക്കലുകളുമെല്ലാം പതിവായി നടന്നിരുന്ന കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ് ഇവയെല്ലാം. നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നതാണ് കാസിലിന്റെ ഉൾവശം. ഈ കെട്ടിടങ്ങളെല്ലാം മനോഹരമായി ഡിസൈൻ ചെയ്തും പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചും അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായ കാഴ്ച അനുഭവം തന്നെയാണ് കാസിലിന്റെ ഉൾവശം. ധാരാളം റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും കാസിലിലെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യൂ പോയിന്റുകളാണ് മറ്റൊരു അട്രാക്ഷൻ.
മേൽക്കൂരയിൽ ചുവന്ന നിറം പൂശിയ ഓൾഡ് ടൗണിലെ കെട്ടിടങ്ങളുടെ നീണ്ട നിര ഇവിടെ നിന്നും കാണാം. കൂടാതെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നഗരത്തിന്റെ കാഴ്ചകളും ആസ്വദിക്കാം. ഇനി നമുക്ക് മെയിൻ മാർക്കറ്റ് സ്ക്വയറിലേക്ക് പോകാം. കല്ലുപാകിയ വഴികൾ വിവിധ ദിശകളിൽ നിന്നായി വന്നു ചേരുന്ന മനോഹരമായ ചത്വരമാണിത്. നഗരചരിത്രത്തിലെ പല നിർണായക സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടം. ന്യൂറംബർഗിലെ പൊതുചടങ്ങുകൾക്കും വലിയ ആഘോഷങ്ങൾക്കും മറ്റും വേദിയാകുന്നത് മാർക്കറ്റ് സ്ക്വയർ ആണ്. മധ്യകാലത്ത് ന്യൂറംബർഗിലെ ചന്ത പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അങ്ങനെയാണ് മാർക്കറ്റ് സ്ക്വയർ എന്ന പേര് ചത്വരത്തിന് ലഭിച്ചത്. പിന്നീട് നഗരം വളർന്നപ്പോൾ ചന്തയുടെ സ്ഥാനം മാറിയെങ്കിലും ഒരു ചെറിയ മാർക്കറ്റ് ഇവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പഴം, പൂക്കൾ, രുചികരമായ റെഡി ടു ഈറ്റ് വിഭവങ്ങൾ എന്നിവയെല്ലാം മാർക്കറ്റിൽ ലഭിക്കും. പ്രാദേശിക സോസേജ് വെറൈറ്റികൾ അടക്കമുള്ള നാടൻ രുചികൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. പഴവും പൂക്കളും മറ്റും പകലാണ് വിൽക്കുന്നതെങ്കിൽ ഫുഡ് സ്റ്റാളുകൾ സന്ധ്യയോടെയാണ് സജീവമാവുക. അതുകൊണ്ട് തന്നെ പകലും രാത്രിയിലും സ്ക്വയറിൽ സന്ദർശകരുണ്ടാകും. മാർക്കറ്റ് സ്ക്വയറിലെ ഏറ്റവും പ്രധാന നിർമ്മിതി കാത്തലിക് ചർച്ച് ഓഫ് അവർ ലേഡി എന്ന ദേവാലയമാണ്. 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഗംഭീര ഗോഥിക് നിർമ്മിതി. ചക്രവർത്തിമാർ ആരാധനയ്ക്കെത്തിയിരുന്ന രാജകീയ ദേവാലയം കൂടിയാണിത്. ചത്വരത്തിന്റെ മറ്റൊരു വശത്ത് സിറ്റി ഹാളാണുള്ളത്. നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രം പ്രവർത്തിക്കുന്ന മന്ദിരം. ഈ നിർമ്മിതികളിലെല്ലാം പാരമ്പര്യഭാവം പ്രകടമായി കാണാനാകും. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി മനോഹരമാവുകയും ചെയ്യും. ഷോണർ ബ്രുണ്ണൻ എന്ന ഫൗണ്ടനാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ച. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഫൗണ്ടനാണിത്. ഹോളി റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട 40 പേരുടെ രൂപങ്ങൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ക്രിസ്മസ് സീസണിൽ മാർക്കറ്റ് സ്ക്വയറിൽ വിപുലമായ ക്രിസ്മസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നു. കൂടാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും ഇവിടെ അരങ്ങേറുന്നു. അടുത്തതായി സെയിന്റ് ലോറൻസ് ചർച്ചിലേക്ക് പോകാം. ഗോഥിക് ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കി 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദേവാലയം. ഇരട്ട ഗോപുരങ്ങളും ഗംഭീരമായ അലങ്കാര പണികളും ഈ മന്ദിരത്തെ ടൂറിസ്റ്റ് ആകർഷണമാക്കി മാറ്റുന്നു. പരമ്പരാഗത ഗോഥിക് ശൈലികൾ പിന്തുടർന്നിരിക്കുന്നുവെന്നത് ചർച്ചിന്റെ സവിശേഷതയാണ്. ദേവാലയത്തിന്റെ മുൻഭാഗമാണ് ഇതിന് മികച്ച ഉദാഹരണം. മുകളിലേക്ക് കൂർത്തു നിൽക്കുന്ന ഗോപുരങ്ങൾ ഇരുവശത്തുമുണ്ട്. ഇടയ്ക്കുള്ള ഭാഗത്താണ് അലങ്കാരങ്ങൾ കൂടുതൽ നൽകിയിട്ടുള്ളത്. ഇവിടെ മനോഹരമായ പാറ്റേണുകളിൽ കൊത്തുപണികൾ ചെയ്ത് മോടി പിടിപ്പിച്ചിരിക്കുന്നു. ഉള്ളിലേക്ക് കടക്കുമ്പോഴും അലങ്കാരങ്ങൾക്ക് കുറവില്ല. മനോഹരമായ ശില്പങ്ങൾ, ചുവരിലെ കൊത്തുപണികൾ എന്നിവ ഇവിടെ കാഴ്ചയാകുന്നു. സ്റ്റെയിൻഡ് ഗ്ലാസുകളാണ് ദേവാലയത്തിലെ മറ്റൊരു ആകർഷണം. പല നിറങ്ങൾ ചാലിച്ച് ചിത്രങ്ങൾ ചില്ലുജാലകങ്ങളിൽ വരച്ചു ചേർത്തിരിക്കുകയാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഇവ വർണ്ണാഭമായ പശ്ചാത്തലം ഹാളിനുള്ളിൽ സൃഷ്ടിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ഓർഗനുകളിലൊന്ന് ഈ ദേവാലയത്തിലുണ്ട്.
12,000 പൈപ്പുകൾ കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള സങ്കീർണമായൊരു വാദ്യോപകരണം. ഓർഗൻ വായിക്കുന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഇവിടെ പങ്കെടുക്കാനാകും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി നമുക്ക് നഗരത്തിലെ പ്രധാന തെരുവുകളിൽ ഒന്നായ കൊണിക്സ്ട്രാസയുടെ കാഴ്ചകളിലേക്ക് പോകാം. ന്യൂറംബർഗിന്റെ വാസ്തുവിദ്യാ പാരമ്പര്യം പ്രകടമാകുന്ന തെരുവാണിത്. പാതയുടെ വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പിങ്ക് ലൈംസ്റ്റോൺ ശില കൊണ്ട് നിർമ്മിച്ച ബഹുനില മന്ദിരങ്ങൾ മധ്യകാല നിർമ്മിതികളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കെട്ടിടങ്ങളെല്ലാം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബോംബാക്രമണത്തിൽ തകർന്നു പോയതാണ്. യുദ്ധശേഷം പഴയ രൂപത്തിൽ പ്രദേശം മുഴുവനായും പുനരുദ്ധരിക്കുകയായിരുന്നു. ജർമ്മനിയിലെ പ്രസിദ്ധരായ ആർക്കിടെക്റ്റുകൾ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് കാണുമ്പോൾ അങ്ങനെയൊരു ദുരവസ്ഥ ഈ കെട്ടിടങ്ങൾക്കുണ്ടായതാണെന്ന് തോന്നുകയേയില്ല. അത്ര പെർഫെക്ഷനോടെയാണ് ഇവ പുതുക്കി പണിതത്. കൊണിക്സ്ട്രാസയിലെ നിർമ്മിതികളിൽ ഏറ്റവും ശ്രദ്ധേയം നസാവ് വെയർ ഹൗസ് എന്ന കെട്ടിടമാണ്. പല കാലങ്ങളിൽ പലവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ള മന്ദിരമാണിത്. പ്രതിരോധമായിരുന്നു അതിൽ പ്രധാനം. നഗരത്തിന്റെ സമ്പത്തായ മൂല്യമേറിയ വസ്തുക്കൾ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇന്ന് നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് എന്റർടൈൻമെന്റ് ഏരിയയാണ് ഇവിടം. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ധാരാളം സുവനീർ ഷോപ്പുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇതിനു പുറമെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളും പാതയോരത്ത് ധാരാളമായുണ്ട്. നഗരത്തിലെ പ്രധാന നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കൊണിക്സ്ട്രാസെ. ഫുഡ് സ്റ്റാളുകൾ, റെസ്റ്റോറന്റുകൾ, പബ്ബുകൾ എന്നിവയെല്ലാം ഇവിടെ രാത്രി വൈകിയും പ്രവർത്തിച്ചു വരുന്നു. അവധി ദിനങ്ങളിൽ നല്ല ജനത്തിരക്കും സ്ട്രീറ്റിലുണ്ടാകും. ഇനി നമുക്ക് ന്യൂറംബർഗ് കോട്ടയ്ക്കകത്തുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് വില്ലേജ് കാണാൻ പോകാം. ഹാൻഡ് വെർക്കർ ഹോഫ്. മധ്യകാലത്തെ ഒരു ജർമ്മൻ സെറ്റിൽമെന്റിന്റെ രൂപം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കോട്ട ഇതിനൊരു പശ്ചാത്തലമാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ കോണും അതിസുന്ദരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാൻഡ് വെർക്കർ ഹോഫിലൂടെ നടക്കുമ്പോൾ ഒരു ഭാവനാലോകത്തെത്തിയ പ്രതീതിയായിരിക്കും ഉണ്ടാവുക. കെട്ടിടങ്ങളെല്ലാം പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നു. ലൈറ്റിങ്ങിലൂടെയും മധ്യകാല ആംബിയൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് ഹാൻഡ് വെർക്കർ ഹോഫിൽ പ്രധാനമായുള്ളത്. വളരെ യുണീക്കായതും അത്ഭുതപ്പെടുത്തുന്ന പെർഫെക്ഷൻ ഉള്ളതുമായ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഹാൻഡ് വെർക്കർ ഹോഫിലെ കാഴ്ചകൾ കണ്ടു നടക്കുന്നത് പോലും രസകരമായ അനുഭവമാണ്. റെസ്റ്റോറന്റുകളാണ് കൾച്ചറൽ വില്ലേജിലെ മറ്റൊരാകർഷണം. രുചികരമായ ജർമ്മൻ വിഭവങ്ങൾ ഈ ഭക്ഷണശാലകളിൽ നിന്നും ആസ്വദിക്കാനാകും. അടുത്തതായി ഒരു ചരിത്ര പ്രദർശനം കാണാൻ പോകാം. DB മ്യൂസിയം അഥവാ ജർമ്മൻ റെയിൽവേ മ്യൂസിയം. ജർമ്മനിയിലെയും യൂറോപ്പിലെയും റെയിൽവേയുടെ ചരിത്രം ഈ പ്രദർശനത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ റെയിൽവേ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്.
150ഓളം റെയിൽ വാഹനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാല ആവി എഞ്ചിനുകൾ മുതൽ പ്രദർശനത്തിൽ ഉൾപ്പെടും. കൂടാതെ റെയിൽവേ ചരിത്രത്തിലെ നാഴികക്കല്ലായ വാഹനങ്ങൾക്കും ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. റോയൽ കാരിയേജുകൾ മ്യൂസിയത്തിലെ കൗതുകകരമായ കാഴ്ചയാണ്. ഒരു കാലത്ത് ആഡംബരത്തോടെ നിർമ്മിച്ചിരുന്ന മനോഹരമായ കോച്ചുകൾ. ഇവിടെ കോച്ചുകളുടെ പ്രദർശനം മാത്രമല്ല, വിവിധ കാലങ്ങളിൽ നിലനിന്നിരുന്ന സാങ്കേതിക വിദ്യകളും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. പല പഴയകാല ടെക്നോളജികളും ഇന്ന് കാഴ്ചക്കാരിൽ കൗതുകം നിറയ്ക്കുന്നവയാണ്. മ്യൂസിയത്തിൽ ഗൈഡഡ് ടൂറിന്റെ ഭാഗമാകുന്നത് നല്ലതായിരിക്കും. കാണുന്നതിനൊപ്പം ചരിത്രവും മറ്റ് വിശദാംശങ്ങളും ഗൈഡിൽ നിന്നും അറിയാൻ കഴിയും. ഇനി കാണേണ്ടത് ന്യൂറംബർഗ് ട്രയൽസ് മെമ്മോറിയമാണ്. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യവേട്ട നടത്തിയ ജർമ്മൻ നാസി നേതാക്കളെ വിചാരണ ചെയ്ത കോടതി പ്രവർത്തിച്ച ഇടം. ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ എന്നായിരുന്നു ആ കോടതിയുടെ പേര്. പിന്നീട് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമ സംഹിതയ്ക്ക് അടിസ്ഥാനമായത് ന്യൂറംബർഗ് ട്രയൽസ് ആണ്. ഹിറ്റ്ലറും ഗീബൽസും അടക്കമുള്ളവർ യുദ്ധം അവസാനിക്കുന്നതിനു മുൻപ് തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. യുദ്ധാവസാനം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പിടിയിലായവരെയാണ് ഇവിടെ വിചാരണ ചെയ്തത്. പാലസ് ഓഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന കോടതി സമുച്ചയത്തിൽ വിചാരണ നടന്ന മുറി കോർട്ട് റൂം 600 എന്നറിയപ്പെടുന്നു. ഇന്നിവിടം ഒരു മ്യൂസിയമാക്കി പരിവർത്തനം ചെയ്തിട്ടുണ്ട്. നാസി കാലഘട്ടവും യുദ്ധവും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിൽ സ്ഥാപിച്ചതും മനുഷ്യാവകാശ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടതും അടക്കമുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. നാസി പാർട്ടിയെപ്പറ്റിയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ നാസി പ്രത്യയശാസ്ത്രത്തെപ്പറ്റിയും മ്യൂസിയത്തിൽ വിവരിക്കുന്നുണ്ട്. യുദ്ധാവസാനം നടന്ന വിചാരണയിൽ പ്രതികളാക്കപ്പെട്ടവരെ പറ്റിയുള്ള വിവരങ്ങൾ, അവർക്കെതിരെ നിരത്തിയ തെളിവുകൾ എന്നിവയും മ്യൂസിയത്തിൽ കാണാം. വിചാരണ ഘട്ടങ്ങൾ പകർത്തിയ വീഡിയോ, മൊഴികളുടെ ശബ്ദരേഖ എന്നിവയൊക്കെ മ്യൂസിയത്തിന്റെ സവിശേഷതകളാണ്. ന്യൂറംബർഗ് ട്രയൽസ് മെമ്മോറിയത്തിൽ ഗൈഡഡ് ടൂറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിലെ കാഴ്ചകളുടെ വിശദാംശങ്ങൾ, ചരിത്രം എന്നിവയെല്ലാം ഗൈഡുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഇനി നമുക്ക് കാണേണ്ടത് നാസി പാർട്ടി റാലി ഗ്രൗണ്ട്സ് ആണ്. നാസി ഭരണകാലത്ത് പാർട്ടി സമ്മേളനം നടന്നിരുന്ന വിശാലമായ കോംപ്ലക്സ്. 11 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള സമുച്ചയത്തിൽ മൈതാനങ്ങളും നാസി പാർട്ടി കോൺഗ്രസ് ഹാൾ എന്ന ബൃഹത് നിർമ്മിതിയും ഉൾപ്പെടും. ഹിറ്റ്ലർ പാർട്ടിയെ വളർത്താനായി ന്യൂറംബർഗിനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ജൂതർക്കെതിരെയുള്ള നടപടികളടക്കം പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രഖ്യാപിച്ചത് ഇവിടെ വച്ചാണ്. പാർട്ടിയുടെ ശക്തി തെളിയിക്കാനുള്ള സമ്മേളനങ്ങളുടെ വേദിയായി ന്യൂറംബർഗിനെ തെരഞ്ഞെടുത്തതും അതേ കാരണം കൊണ്ട് തന്നെ. വർഷം തോറും നടന്നിരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ന്യൂറംബർഗിൽ എത്തിയിരുന്നത്. നാസി പാർട്ടിയുടെ പ്രതാപകാലത്തിന്റെ സ്മാരകമായി റാലി ഗ്രൗണ്ട്സിനെ കണക്കാക്കാനാകും. പാർട്ടി കോൺഗ്രസ് ഹാൾ എന്ന പണിപൂർത്തിയാകാത്ത ബൃഹത് മന്ദിരത്തിൽ തെളിഞ്ഞു കാണുന്നതും നാസി ജർമ്മനിയുടെ പ്രൗഢിയാണ്. റോമിലെ കൊളോസിയത്തിന്റെ മാതൃകയിൽ യു ആകൃതിയിലാണ് കോൺഗ്രസ് ഹാൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നാസി കാലത്ത് വികസിച്ച നാഷണൽ സോഷ്യലിസ്റ്റ് ആർക്കിടെക്ചർ എന്ന വാസ്തുവിദ്യാ ശൈലി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു.
അവശേഷിക്കുന്ന നാസികാല നിർമ്മിതികളിൽ ഏറ്റവും വലുതും ഇതുതന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തിരിച്ചറിയാനാകില്ലെങ്കിലും ഉള്ളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് ഹാളിന്റെ വലിപ്പം മനസ്സിലാകും. ഇന്നു കാണുന്നതിന്റെ ഇരട്ടിയോളം ഉയരവും ഗ്ലാസ് മേൽക്കൂരയുമൊക്കെ അന്ന് വിഭാവനം ചെയ്തിരുന്നു. കോൺഗ്രസ് ഹാളിന്റെ ഒരു വശത്ത് പണി പൂർത്തിയായ ചില ഭാഗങ്ങളും കാണാനാകും. ഇന്ന് കൺസേർട്ട് ഹാളായും മറ്റും കോൺഗ്രസ് ഹാൾ ഉപയോഗിക്കുന്നുണ്ട്. എത്രമേൽ സമ്പന്നവും പ്രൗഢവുമാണെങ്കിലും വെറുപ്പിലും വിദ്വേഷത്തിലും മനുഷ്യവിരുദ്ധതയിലും കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യവും എക്കാലവും നിലനിൽക്കില്ലെന്ന് ഈ റാലി ഗ്രൗണ്ട്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി ന്യൂറംബർഗ് മൃഗശാലയിലേക്ക് പോകാം. ആധുനിക കാലത്തിൻ്റെതായ സവിശേഷതകളെല്ലാം ഒത്തിണങ്ങിയ പ്രദർശന കേന്ദ്രം. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നുവെന്നതാണ് ന്യൂറംബർഗ് സൂവിന്റെ ഒരു പ്രത്യേകത. മൃഗങ്ങൾ മാത്രമല്ല, മൃഗശാല ഒട്ടാകെ തന്നെ രസകരമായ കാഴ്ചയാകുന്നുണ്ട്. കൂടുകൾ സ്വാഭാവിക പരിസരം സൃഷ്ടിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതിനാൽ പ്രകൃതിദത്തമായ ചുറ്റുപാടിൽ കാണും പോലെ മൃഗങ്ങളെ നമുക്ക് വീക്ഷിക്കാനാകും. ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ജീവികളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലജീവികൾക്കായി പ്രത്യേകം വിഭാഗം സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സീ ലയൺ, പെൻഗ്വിൻ, ഡോൾഫിൻ, കടൽ പശുക്കൾ എന്നിവയെല്ലാം അക്വാട്ടിക് വിഭാഗത്തിലെ ജീവികളാണ്. അണ്ടർ വാട്ടർ വ്യൂവും ഇവിടുത്തെ ടാങ്കുകളിൽ സജ്ജമാണ്. കുട്ടികളുമായി എത്തുന്നവർക്ക് സമയം ചിലവിടാൻ ധാരാളം ആക്ടിവിറ്റികളും സൂവിൽ ഒരുക്കിയിട്ടുണ്ട്. ബവേറിയ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ന്യൂറംബർഗിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുവന്നത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും നാസികളും ഭരിച്ച ഈ നഗരത്തിന് സംഭവബഹുലമായ ചരിത്രമാണ് പറയാനുള്ളത്. ചരിത്രത്തിന്റെ മുറിവുകൾ പിന്നിലാക്കി ആധുനിക വികസനങ്ങളുടെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും സമന്വയത്തോടെ ന്യൂറംബർഗ് ഇന്ന് ജർമ്മനിയിലെ പ്രധാന നഗരങ്ങളിലൊന്നായി നിലകൊള്ളുന്നു.